കടലാസിൽ കഥകൾ വിരിയിക്കുന്ന ജാസ് ഡയറീസിലേക്ക് സ്വാഗതം. ചില ക്രിസ്മസ് രാത്രികളിൽ മാന്ത്രികത നിശബ്ദമായി കടന്നുവരുന്നു. ഒരു ചെറിയ നക്ഷത്രം, ഒരു വലിയ അത്ഭുതം. ലിയയുടെ ക്രിസ്മസ് സ്വപ്നം. ക്രിസ്മസിന് മുമ്പുള്ള രാത്രി. കൊച്ചു ലിയ ഒടുവിൽ തന്റെ പ്രിയപ്പെട്ട ചുവന്ന വരയുള്ള സ്കാർഫും പിടിച്ച് ഉറങ്ങാൻ പോകുന്നു. മൃദുലമായ സ്കാർഫിൽ അവൾ കൈകൾ തലോടി. അത് അവൾക്ക് സുരക്ഷിതത്വം നൽകുന്നു. ജനാലയ്ക്ക് പുറത്ത് മഞ്ഞു പതുക്കെ വീഴുന്നുണ്ടായിരുന്നു. വീട് നിശബ്ദമാണ്. ലിയ കണ്ണുകൾ അടയ്ക്കുന്നു. ലോകം പതുക്കെ മങ്ങുന്നു. അവൾ ഉറക്കത്തിലേക്ക് വീഴുന്നു. 1000 ചെറിയ നക്ഷത്രങ്ങൾ പോലെ തിളങ്ങുന്ന മഞ്ഞു മൂടിയ ഒരു മേഘത്തിൽ അവൾ നിൽക്കുന്നതായി സ്വപ്നം കാണുന്നു. ലിയ ചുറ്റും നോക്കുന്നു. അവളുടെ മുകളിൽ ആഴത്തിലുള്ള അർദ്ധരാത്രി നീല നിറത്തിൽ ആകാശം നീണ്ടു നിൽക്കുന്നു. മരതകം, മാണിക്യം, സ്വർണം എന്നിവയിൽ തിളങ്ങുന്ന അറോറയുടെ റിബണുകൾ കൊണ്ട് തുന്നിച്ചേർത്തിരിക്കുന്നു. ഒരു മൃദുവായ കാറ്റ് കറുവപ്പട്ടയുടെയും പൈനിന്റെയും സുഗന്ധം വഹിക്കുന്നു. അവളുടെ ബൂട്ടുകൾക്കു താഴെ മഞ്ഞ് ചൂടുള്ളതായി തോന്നുന്നു. പുതുതായി ചുട്ടെടുത്ത ഒരു കുക്കിയുടെ സുഖം പോലെ. ഒരു ഇളം കാറ്റ് അവളെ തലോടി കടന്നു പോകുന്നു. അവൾ സുരക്ഷിതത്വവും സന്തോഷവും അനുഭവിക്കുന്നു. ദൂരെയുള്ള ചക്രവാളത്തിൽ നിന്ന് മൃദുവായ ശ്രുതിമധുരമായ ഒരു മണിനാദം ആരംഭിക്കുന്നു. ക്രിസ്റ്റൽ കൊണ്ട് നിർമ്മിച്ച കാറ്റിന്റെ മണികൾ പോലെ ആ ശബ്ദം അവളെ മുന്നോട്ട് നയിക്കുന്നു. നിശബ്ദ സംഗീതത്തോടെ വായു മൂളുന്ന ഒരു വശത്തേക്ക് അവൾ ആ ശബ്ദത്തെ പിന്തുടരുന്നു. തിളങ്ങുന്ന മഞ്ഞിലൂടെ അവൾ പതുക്കെ നടന്നു. ഓരോ ചുവടുവെപ്പിലും അവൾക്ക് ശാന്തതയും ധൈര്യവും തോന്നി. കുറച്ചു സമയത്തിന് ശേഷം ലിയ ഒരു ശാന്തമായ തുറന്ന സ്ഥലത്ത് എത്തുന്നു. അവിടെ മഞ്ഞ് കൂടുതൽ പ്രകാശിക്കുന്നു. മൃദുവായ സംഗീതം വായുവിൽ നിറയുന്നു. അത് ഊഷ്മളവും ശാന്തവുമായി തോന്നുന്നു. അപ്പോൾ അവിടെ അതാ സാന്ത പ്രത്യക്ഷപ്പെടുന്നു. തന്റെ ക്ലാസിക് ചുവന്ന സ്യൂട്ടിൽ മൃദുവായ വെളുത്ത താടിയും വെളുത്ത പോംപോം അരികിലൊരു തൊപ്പിയും ധരിച്ചിരിക്കുന്നു. അവൻ ലിയയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മുന്നിൽ മുട്ടുകുത്തി. അവളുടെ കയ്യിൽ ഒരു ചെറിയ ഊഷ്മളമായ സമ്മാനം വെക്കുമ്പോൾ അവന്റെ കണ്ണുകൾ ദയയോടെ മിന്നിമറയുന്നു. മൃദുവായി പ്രകാശം പരത്തുന്ന, സൗമ്യമായി സ്പന്ദിക്കുന്ന ഒരു മിനുസമാർന്ന സ്വർണ്ണ നക്ഷത്രം. ലിയ നക്ഷത്രത്തിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ തിളക്കം കൂടുതൽ തിളക്കമുള്ളതായി മാറുന്നു. എല്ലാം ഊഷ്മളതയും ശാന്തതയും കൊണ്ട് നിറയ്ക്കുന്നു. അവളുടെ ഉള്ളിൽ സമാധാനം അനുഭവപ്പെട്ടു. നക്ഷത്രത്തിൽ നിന്നുള്ള വെളിച്ചം അവളുടെ ചുറ്റും വ്യാപിച്ചു. എല്ലാം ശാന്തവും സുരക്ഷിതവും സന്തോഷകരവുമായി തോന്നി. ലിയ നക്ഷത്രത്തെ അവളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. താമസിയാതെ സംഗീതം മൃദുവാകുന്നു. വെളിച്ചം മങ്ങാൻ തുടങ്ങുന്നു. അവൾ വീണ്ടും ഉറക്കത്തിലേക്ക് വീഴുന്നു. സ്വപ്നം മങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ അവളുടെ ഹൃദയത്തിൽ ഒരു ശാന്തമായ സന്തോഷം കുടികൊള്ളുന്നു. ക്രിസ്മസ് രാവിലെ അവൾ ഉണരുമ്പോൾ മൃദുവായ സൂര്യപ്രകാശം അവളുടെ മുറിയിൽ നിറയുന്നു. വീട് ശാന്തവും ചൂടുള്ളതുമായി തോന്നുന്നു. അവളുടെ തലയണയിൽ ഒരു നേരിയ തിളക്കം അവശേഷിക്കുന്നതായി കാണാം. അവളുടെ സ്വപ്നത്തിലെ നക്ഷത്രം പോലെ മൃദുവായി സ്പന്ദിക്കുന്ന ഒരു സൗമ്യമായ തിളക്കം. അത് ഒരു ഉറച്ച വസ്തുവല്ല, മറിച്ച് അവൾ അനുഭവിച്ച മാന്ത്രികതയുടെ സൗമ്യവും തിളക്കമുള്ളതുമായ ഓർമ്മപ്പെടുത്തലാണ്. ലിയ പുഞ്ചിരിക്കുന്നു. അവൾ സന്തോഷവും ശാന്തതയും അനുഭവിക്കുന്നു. ലിയ തന്റെ ഷെൽഫിൽ തിളങ്ങുന്ന വെളിച്ചം സൂക്ഷിക്കുന്നു. എന്നേക്കും അവളോടൊപ്പം നിലനിൽക്കുന്ന അത്ഭുതത്തിന്റെ നിശബ്ദ അടയാളമായി. ആ ക്രിസ്മസ് മുതൽ ലിയ പ്രധാനപ്പെട്ട എല്ലാ അവസരങ്ങളിലും ആ തിളക്കത്തെ ഓർക്കുന്നു. ആ ഊഷ്മളമായ വികാരം അവളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. മാജിക് എല്ലായ്പ്പോഴും തിളക്കത്തോടെ പ്രകാശിക്കുന്നില്ല. ചിലപ്പോൾ അത് നിശബ്ദമായി കടന്നു വരുന്നു, നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നു. ക്രിസ്മസ് ആശംസകൾ. സൗമ്യമായ ഒരു ക്രിസ്മസ് മാജിക് നിങ്ങളെയും കണ്ടെത്തട്ടെ. താങ്ക് യു. വരകൾ കഥകളായി മാറുന്നത് കാണാൻ എന്നോടൊപ്പം കൂടുമോ?